ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഒരിടത്തിൽ വാഴക്കൊല മൂത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെട്ടാൻ വന്നതാണേ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴപ്പിണ്ടി എടുത്തു. ഇത് സാധാരണ നമ്മൾ ഈ ചെറുപയറോ വൻപയറൊക്കെ ഇട്ട് തോരനാണ് കൂടുതലും വെക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു അടിപൊളി ഒരു ഹെൽത്തി ഐറ്റം ഉണ്ടാക്കാൻ തോന്നി. നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ 2 കഷ്ണം വാഴത്തട എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ആദ്യം റൗണ്ടായിട്ട് കട്ട് ചെയ്യണം. ഇതിൻ്റെ നല്ലപോലെ നാരുണ്ടാവും, അത് മാക്സിമം നമുക്ക് എടുത്ത് കളയണം. ഒത്തിരി ഫൈബർ റിച്ച് ആയിട്ടുള്ളൊരു സാധനം കേട്ടോ ഈ ഒരു വാഴത്തട അല്ലെങ്കിൽ വാഴപ്പിണ്ടി എന്നും പറയും. അപ്പോൾ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വിരലിൽ ചുറ്റി എടുക്കാം. ചിലതിന് കുറച്ച് കൂടുതലായിരിക്കും, ഓരോ ടൈപ്പ് ഉണ്ടല്ലോ. അപ്പം ചിലതിന് വളരെ കുറച്ചേ ആ ഒരു നാരുണ്ടാവത്തുള്ളൂ. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് വയ്ക്കാം കേട്ടോ. വെറുതെ വെച്ചിരുന്നാലേ അതിൻ്റെ കറ വന്നിട്ട് ഒരു കറുത്ത കളർ വരുവേ. ഇനി ഇതിനെ നമുക്ക് കുറച്ചും കൂടെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നിങ്ങനെ മുറിച്ച് വെക്കാം. ഇത് കുക്കറിലാണ് വേവിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അരച്ചെടുക്കും. കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഒരു ചെറിയ സവോള, 2 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. വലിയ സവോളയാണെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ മതി കേട്ടോ. ഇനി ഒരു കുക്കറിലോട്ട് ഈ ഒരു വാഴത്തണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത്, സവോള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് ഇതുപോലെ ഇല്ലെങ്കിൽ പൊടി ചേർത്താലും മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇപ്പോൾ കുറച്ചിട്ടാൽ മതി, പിന്നെ സൂപ്പിൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മുങ്ങി കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മതി. നമുക്ക് കുക്കർ അടച്ച് വേവിക്കാൻ വെക്കാം. ഒരു 4-5 വിസിൽ വേവാം കേട്ടോ. നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിക്കോട്ടെ. പിന്നെ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണേ. അപ്പോൾ ഒരു 5 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഒരു കഷ്ണങ്ങൾ മാത്രം നമുക്ക് മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഈ വെള്ളം കളയരുത് കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 2 പ്രാവശ്യമായിട്ട് മിക്സി ജാറിലിട്ടിട്ട് ഈ വെള്ളം തന്നെ കുറച്ചൊഴിച്ച് ഇതുപോലെ അരച്ചെടുക്കാം. ഇത് ഒത്തിരി നാരില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ. ഇതിനി അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം നല്ലപോലെ നാരുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ കുറച്ച് വലിയ കണ്ണികളുള്ളൊരു അരിപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. തീരെ ചെറിയ കണ്ണിയുള്ള അരിപ്പ എടുക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ളൊരു സാധനമാണ്, അതാണ് ഇതിൻ്റെ ഗുണവും. അപ്പോൾ തീരെ ചെറിയ കണ്ണിയുള്ള അരിപ്പ എടുത്തു കഴിഞ്ഞാൽ വെറും വെള്ളമായിരിക്കും നമുക്ക് കിട്ടുന്നത്. കൂടുതലും ഫൈബറും ഇതങ്ങ് പോവും. അപ്പോൾ അതിൻ്റെ ഗുണം നമ്മളങ്ങനെ കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മാക്സിമം വലിയ കണ്ണിയുള്ള അരിപ്പ എടുത്തിട്ട് ഇതുപോലെ ഒത്തിരി നാര് മാത്രം അങ്ങ് മാറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ജ്യൂസ് കണ്ടോ, നല്ല തിക്കായിട്ടുള്ളൊരു ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി സൂപ്പാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ആയാലും മതി. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ അല്ലെങ്കിൽ ബട്ടർ ചൂടായി കഴിയുമ്പം 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഏകദേശം ഒരു 2 അല്ലി കേട്ടോ, ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ച ചുവയൊന്നും മാറിയാൽ മതി, ഒരുപാട് മൂക്കരുത്, ടേസ്റ്റ് മാറിപ്പോവും. ഇനി നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഈ ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കാം, ബീൻസ് ഇടാം, ക്യാപ്സിക്കം, അങ്ങനെ ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ചേർക്കാം. നന്നായിട്ടൊന്നും കൂടി വഴറ്റി കൊടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ച ഈ വാഴപ്പിണ്ടി വേവിച്ച വെള്ളം ബാക്കിയുള്ളത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ജ്യൂസും, അരച്ചു വെച്ച ജ്യൂസും ചേർത്ത് കൊടുക്കാം. ഈ ഒരളവിൽ ഒരു 3 അല്ലെങ്കിൽ 4 പേർക്ക് കഴിക്കാനുള്ള അത്രയും സൂപ്പ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പിടാം. വാഴപ്പിണ്ടി വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് കൂടുതൽ എത്ര വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇതെല്ലാം ഇഷ്ടം പോലെ ചേർക്കാവേ. സൂപ്പ് കുടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കണക്കാക്കി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോഴേക്കും ക്യാരറ്റ് അല്ലെങ്കിൽ ഏത് വെജിറ്റബിൾസ് ആണോ ചേർത്ത് അതുമൊക്കെ വെന്തിട്ടുണ്ടാവും. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ശർക്കര ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. സ്ട്രിക്റ്റായിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണ്, തീരെ മധുരം കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാം കേട്ടോ. ശർക്കര വേണ്ട. പഞ്ചസാര എന്തായാലും ചേർക്കണ്ട. അപ്പോൾ ഈ ശർക്കര ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ചെറിയൊരു മധുരം കൂടെ, സൂപ്പുകൾക്ക് എപ്പോഴും അങ്ങനെയല്ലേ, ചെറിയൊരു മധുരവും കൂടെ വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് ശർക്കര ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം.
ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഇത് തിക്കായിട്ട് വരാനായിട്ട് കുറുകി വരാൻ ഒന്നും ചേർക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലോറോ റാഗിപ്പൊടിയോ അല്ലെങ്കിൽ ഇച്ചിരി ഓട്സ് ഒന്ന് പൊടിച്ചിട്ട് അതുമൊക്കെ ചേർത്ത് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. അല്ലാതെ തന്നെ നല്ലതാണ് കുടിക്കാൻ. ലാസ്റ്റ് ഇച്ചിരി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി വാഴപ്പിണ്ടി ബനാന സ്റ്റെം സൂപ്പ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. നല്ല ചൂടോടുകൂടിയാണെങ്കിൽ കുട്ടികൾക്കുമൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം. വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർ രാത്രി ഇതൊരു ബൗൾ കുടിച്ചിട്ട് കിടന്നാൽ നന്നായിട്ട് വയറ് നിറയുകയും ചെയ്യും. ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യേ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഡിയേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.